பயணிகளின் கனிவான கவனத்திற்கு வண்டி எண் 0613 உதகமண்டலம் மேட்டுப்பாளையம் பேசஞ்சர் உதகமண்டலம் இருந்து மேட்டுப்பாளையம் வரை செல்லும் வண்டி 1வது பிளாட்ஃபாரத்திற்கு இன்னும் சிறிது நேரத்தில் வந்து சேரும். ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ sptechvlogs. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുണ്ണൂർ, ഊട്ടിക്കടുത്തുള്ള കുണ്ണൂരിലാണ്. അപ്പോൾ ഫാമിലിയിൽ ഒരു കസിൻ ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് ഒരു വീഡിയോ പോലും എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് തന്നെ കരുതി. അപ്പോൾ നമ്മളിന്ന് കുണ്ണൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലോട്ടൊരു ട്രെയിൻ യാത്ര നടത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഡീസൽ എഞ്ചിൻ ട്രെയിനിലും അതുപോലെ ഇലക്ട്രിക് എഞ്ചിൻ ട്രെയിനിലെല്ലാം യാത്ര ചെയ്തവരാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്റ്റീം എഞ്ചിൻ ട്രെയിനിലോട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെയും അതുപോലെ സ്റ്റീം എഞ്ചിൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രയുടെ കാഴ്ചകളിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിന് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ 3:15 ട്രെയിന് ഈ കുണ്ണൂർ സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 2:30 ആയിട്ടുള്ളൂ. അപ്പോൾ 3:15 ട്രെയിന്. നമ്മൾ ഈ ടിക്കറ്റ് IRCTCയുടെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥകളൊക്കെ വരും. അപ്പോൾ നമ്മുടെ പുറകിൽ ഒരു ഡീസൽ എഞ്ചിൻ ലോക്കോമോട്ടീവ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സ്റ്റീം എഞ്ചിൻ്റെ ലോക്കോമോട്ടീവ് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ 175 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 445 രൂപയാണ് ടിക്കറ്റായിട്ട് വരുന്നത്. അപ്പോൾ കുണ്ണൂരിൽ നിന്ന് മേട്ടുപ്പാളയം ഏകദേശം 20 കിലോമീറ്ററിനടുത്തേ വരുന്നുള്ളൂ. പക്ഷേ 2 മണിക്കൂർ യാത്രയാണ്. അത് തന്നെ ഊട്ടിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിലോട്ട് ഏകദേശം 46 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ 3.5 മുതൽ 4 മണിക്കൂർ വരെ യാത്രയാണ് ഈ ഒരു സ്റ്റീം എഞ്ചിൻ ട്രെയിനിൽ. അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ IRCTC നിന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ഊട്ടി ഉദകമണ്ഡലം എന്നൊരു പേരിലായിരിക്കും ആപ്പിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അത് എന്തായാലും ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ കിടക്കുന്നതിൻ്റെ അവിടെയായിട്ട് ഈ ലോക്കോമോട്ടീവുകളെല്ലാം റെഡിയാക്കുന്ന യാർഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. റോഡിൻ്റെ സൈഡ് തന്നെയാണ് നമ്മൾ. തമിഴ്നാട്ടിലെ ഊട്ടിയും മേട്ടുപ്പാളയത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു നീൽഗിരി റെയിൽവേസ്. മലയോര പാതകളിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ റാക്ക് റെയിൽവേ കൺസെപ്റ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഉള്ള റാക്ക് റെയിൽവേയിലുള്ള ഈ ഒരു തീവണ്ടി പാത മാത്രമാണ് ഇപ്പോൾ ഉപയോഗത്തിലുള്ളത്. നമ്മുടെ ട്രെയിൻ അവിടെ വരുന്നുണ്ട്. ഇവിടെ ടോക്കൺ എക്സ്ചേഞ്ച് കൈമാറുന്ന ടൈപ്പാണ് അവിടെ ചെയ്തെടുക്കുന്നത്. അതുപോലെ സിഗ്നൽ ലൈറ്റ് നോക്കിയാലും എല്ലാം പഴയ ടൈപ്പുകളാണ് നടക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡീസൽ എഞ്ചിൻ ലോക്കോമോട്ടീവ് ആണ്. അപ്പോൾ മേട്ടുപ്പാളയത്തു നിന്ന് കുണ്ണൂർ വരെ മാത്രമാണ് സ്റ്റീം എഞ്ചിൻ ലോക്കോമോട്ടീവ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുണ്ണൂരിൽ നിന്ന് ഊട്ടിയിലോട്ട് ഡീസൽ എഞ്ചിനാണ്. കാരണം മേട്ടുപ്പാളയത്തു നിന്ന് കുണ്ണൂർ വരെ കർവുകൾ കൂടുതലുള്ള കാരണമാണ് എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഈ ലോക്കോമോട്ടീവ് ചേഞ്ച് ചെയ്യുന്നതും കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. നമ്മുടെ ഡീസൽ എഞ്ചിൻ ലോക്കോമോട്ടീവ് അയച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റീം എഞ്ചിൻ ലോക്കോമോട്ടീവ് വന്ന് ഈ ക്യാബിനകത്ത്, അതായത് ഈ ബോഗിയിലകത്ത് കണക്ട് ചെയ്യുന്നത് കാണാം.
അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പുറകിലാണ് ലോക്കോമോട്ടീവ് വെച്ച് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഫസ്റ്റ് AC ആണ്, ഫ്രണ്ടിൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു ക്യാബിൻ സെറ്റപ്പാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ സെറ്റപ്പാണ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ്. അതിന് മുന്നേ നമ്മുടെ കോച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ D2 ആണ് കോച്ച്. പിന്നെ സീറ്റ് നമ്പർ 39. നമ്മൾ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ വിൻഡോ സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ IRCTCയിൽ ബുക്ക് ചെയ്യുമ്പോൾ പ്രിഫറൻസ് വിൻഡോ സൈഡ് സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഡോ സൈഡ് സീറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കൂടി അത് കാണാം. സ്റ്റേഷനിൽ ട്രെയിൻ എത്താറാകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷിച്ചിട്ട്. കാരണം ബുക്ക് ചെയ്യാതെ വന്നവർക്ക് പെട്ടെന്ന് പ്രിഫറൻസ് കിട്ടത്തില്ല. നമ്മൾ ബുക്ക് ചെയ്തവരെല്ലാവരും കഴിഞ്ഞ് ബാക്കി സീറ്റ് ആരെങ്കിലും വരാതിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ മടങ്ങി പോകേണ്ടിയിരുന്നു. കുറേ പേര് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി മാത്രം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പാതയിലുള്ള യാത്രയും അതുപോലെ ഈ ഒരു സ്റ്റീം എഞ്ചിനിലെ യാത്രയും വേറൊരു സുഖമാണ്. മണിക്കൂറിൽ 10 കിലോമീറ്റർ സ്പീഡ് മാത്രം സഞ്ചരിക്കുന്നതിനാൽ ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ തീവണ്ടിയുമാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ പൈതൃക തീവണ്ടി എന്നും അറിയപ്പെടുന്നു. ലോക പൈതൃക സ്മാരകങ്ങളിലൊന്നായ ഇതിനെയും ഡാർജിലിംഗിലെ ഹിമാലയൻ റെയിൽവേയും യുനെസ്കോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹിൽഗ്രോ എന്നൊരു സ്റ്റേഷനിൽ സ്റ്റീം എഞ്ചിനിൽ വെള്ളം പിടിക്കാൻ നിർത്തിയിട്ടുണ്ട്. ആ വെള്ളം പിടിക്കുന്ന കാഴ്ച ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഓരോ കോച്ചിൻ്റെ അവസാനം ഓരോ TTRമാരും ഉണ്ട്. അപ്പോൾ അവർ കയറി കഴിഞ്ഞിട്ട് ഡോറ് അടച്ചു വിട്ടിട്ടേ ട്രെയിൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ 5 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരെല്ലാം ഇവിടെ ധാരാളമാണ്. ട്രെയിന് പോകാനുള്ള ഹോൺ അടിച്ചു. എല്ലാവരും ഇനി ധൃതി വെച്ച് ട്രെയിനിനകത്ത് കയറാൻ പോവാണ്. കുരങ്ങന്മാരെയും വിട്ടുവീഴ്ചിട്ട് കയറിയാൽ നല്ല ശല്യമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വരുന്നൊരു സ്നാക്സ് കയ്യിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സമുദ്രനിരപ്പിൽ നിന്നും 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഉദകമണ്ഡലം അഥവാ ഊട്ടിയിലേക്കാണ് ഈ ട്രെയിൻ യാത്ര നടത്തുന്നത്.
സ്റ്റേഷനിലെത്തുമ്പോഴും നമുക്ക് ലൈറ്റ്, ക്യാബിനകത്തെല്ലാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ എല്ലാവരും നല്ല കൂവലാണ്. നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഇറങ്ങാനുള്ള ധൃതിയിലായിരിക്കും. അപ്പോൾ അവസാനം നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ കൂടെ യാത്രയിൽ നമ്മളൊരാൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത്, അതുപോലെ ഓരോ സ്പോട്ട് എത്തുമ്പോഴും നമുക്ക് ഇന്ന സ്പോട്ട് എത്തിയെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ കോയമ്പത്തൂർ സ്വദേശിയാണ്, പൊൻരാജ് എന്നാണ് പേര്. അപ്പോൾ എന്തായാലും ഹെൽപ്പ് ഉണ്ട്. അതുപോലെ എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു തൃശ്ശൂരുകാരനെ പരിചയപ്പെട്ടു. മറ്റേ പേര് സഞ്ജയ് എന്നാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സ്പോട്ടിലും ഇവരെ നമ്മുടെ കൂടെ ഹെൽപ്പിനുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള യാത്രകളിലാണ് നമ്മൾ പൊതുവെ പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതും അതുപോലെ സൗഹൃദം പങ്കുവെക്കുന്നത് എന്തായാലും. അപ്പോൾ ഈ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച സിഗ്നൽ ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളുടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ സദേൺ റെയിൽവേയുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ മ്യൂസിയം. അപ്പോൾ ഇതിനകത്ത് പഴയ സിഗ്നൽ ബോർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പഴയ കാലത്തെ കുറച്ച് ലോക്കോമോട്ടീവ്സിൻ്റെ മിനിയേച്ചർ വേർഷൻസ് വെച്ചിട്ടുണ്ട്. കണ്ട് നാരോ ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ്, മീറ്റർ ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ്, ബ്രോഡ് ഗേജ് സ്റ്റീം ലോക്കോമോട്ടീവ്, അതുപോലെ ഡെമു, രാജധാനി എക്സ്പ്രസ്, അങ്ങനെ ഓരോ ട്രെയിനിൻ്റെയും ഒരു മിനിയേച്ചർ വേർഷൻസുകൾ അവിടെ വെച്ചിട്ടുണ്ട്. NMR സ്റ്റീം ലോക്കോ പീനിയൻ വീല്. ഓക്കെ, നമുക്ക് ട്രാക്ക് തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താ സംഭവം ഒന്നും പിടികിട്ടിയില്ല. ഇത് റെയില്, നമ്മളിതിന് പൊതുവെ ട്രാക്ക് എന്നാണ് പറയുക, പക്ഷേ ഇതിന് റെയിൽ എന്നാണ് പറയേണ്ടത്. നമ്മൾ ഇത്ര നേരം സഞ്ചരിച്ച ട്രെയിനിൻ്റെ അതുപോലെ തന്നെ മീറ്റർ ഗേജ് ട്രാക്ക്, അതായത് നമ്മുടെ റാക്ക് റെയിൽവേ കൺസെപ്റ്റിൽ ആ ചെയിൻ പുള്ളി ലോക്കാവുന്ന പോലെയാണ് നമ്മുടെ ഇത്ര നേരം നമ്മൾ സഞ്ചരിച്ച ട്രെയിന് വർക്ക് ചെയ്തത്. അതിൻ്റെ ബോഗി, ഇത് നമ്മുടെ സാധാരണ ട്രെയിന്, അതായത് ബ്രോഡ് ഗേജ് ട്രാക്കിലുള്ള ആ റെയിലും അതിൻ്റെ വീലും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പഴയ സാധനങ്ങളും പുതിയതായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം വെച്ചിട്ടുണ്ട്. മോഡൽ ഓഫ് സ്റ്റീം ലോക്കോ ഷെഡ്, ഈ റോഡിലുള്ള ലോക്കോ ഷെഡിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നിർമ്മിച്ചത്, കാർഡ്ബോർഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ബ്രാസ് ഹാമർ, ഇവർ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെയാണ് തോന്നുന്നുണ്ട്. ടൂൾസ്, കാസ്റ്റ് അയണിലുള്ള വാഗൺ, ബ്രേക്ക് പാഡ് പോലെയുള്ള സാധനങ്ങൾ ഓരോന്ന്. സ്പീഡോമീറ്റർ, നമ്മുടെ ട്രെയിനിൻ്റെ സ്പീഡ് അളക്കുന്ന സ്പീഡോമീറ്റർ, ടെർബോ ജനറേറ്റർ, അതുപോലെ തന്നെ ലോക്കോയുടെ ഹെഡ്ലൈറ്റ്, സ്റ്റീം ലോക്കോയുടെ ഹെഡ്ലൈറ്റ് വെച്ചേക്കുന്നു. പഴയ ടൈപ്പ് റൈറ്റർ മെഷീനെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന റാന്തൽ, ഇത് കെറോസിൻ ഓയിൽ ഉപയോഗിച്ചുള്ള ആ പഴയ സിഗ്നൽ ലൈറ്റുകൾ. ഇപ്പോൾ ടോർച്ച് ലൈറ്റ് പോലെ LED ടോർച്ച് ലൈറ്റൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണയിലാണ് അത് വെച്ചേക്കുന്നത്. ഫ്യൂവലുണ്ട്, കെറോസിനുണ്ട്, അതുപോലത്തെ കുറച്ച് സാധനങ്ങളാണ്. ടെലിഫോണ്, കോഡ് ജനറേറ്റർ, ഹാൻഡ് ജനറേറ്റർ, വോൾട്ടേജ് റെസ്റ്റ് ബോക്സ്, അതുപോലെ ക്ലച്ച് ലിവർ,
ഇവിടെ താഴെ മാത്രമല്ല മേളിലും അതേപോലെ ഇതിൻ്റെ ഓരോ ഇയർ ഇവർ ട്രെയിൻ കൊണ്ടുവന്നതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നീലഗിരി എക്സ്പ്രസ് അല്ലെങ്കിൽ നീലഗിരി റെയിൽവേസ് തുടങ്ങിയ സമയത്തുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ലോക്കോമോട്ടീവ്സ് വരുമ്പോൾ ഉള്ള ഓരോ പിക്ചറും ഇവിടെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വുഡിൽ നിർമ്മിച്ച ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ. എന്തോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിനകത്ത് നമുക്ക് എൻട്രി പാസോ അല്ലെങ്കിൽ ഫീയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെറുതെ വരുന്നവരുടെ പേരും നമ്പറും എഴുതി വെച്ച് സൈൻ ചെയ്തിട്ട് മാത്രം മതിയായിരുന്നു. നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത ആ റെയിൽ ഇവിടെ കാണാം. അപ്പോൾ ഇത് 1000 mm വീതിയുള്ള മീറ്റർ ഗേജ് റെയിലാണ്. നമ്മൾ സാധാരണഗതിയിൽ ബ്രോഡ് ഗേജുകളാണ് നമ്മൾ ഉപയോഗിക്കാറ്. നമ്മൾ വന്ന ലോക്കോമോട്ടീവ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീം ലോക്കോ ഷെഡും കാണാം, റിപ്പയറിനായിട്ടൊരു സ്റ്റീം ലോക്കോ ഷെഡ്, അതിനകത്തും ഒരു ലോക്കോമോട്ടീവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നീലഗിരി റെയിൽവേയിൽ നിങ്ങൾക്കും യാത്ര ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലോട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ മേട്ടുപ്പാളയത്തിലോട്ട് എത്താനായിട്ട് കോയമ്പത്തൂരിൽ നമുക്ക് ട്രെയിൻ കിട്ടും. അതുപോലെ ചെന്നൈയിൽ നിന്നും ഒരു ട്രെയിൻ ഡയറക്റ്റായിട്ട് നമുക്ക് മേട്ടുപ്പാളയത്തിലോട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു എക്സ്പ്രസ്സിലുള്ള യാത്ര, അതായത് നമ്മുടെ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടി വരെ ഈ ഒരു യാത്ര പരീക്ഷിച്ച് നോക്കുക. കാരണം ചില ആൾക്കാർ കുണ്ണൂരിൽ നിന്ന് ഊട്ടിയിലോട്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ വന്ന പുള്ളിയോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് കുണ്ണൂരിൽ നിന്ന് മേട്ടുപ്പാളയം വഴിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ യാത്ര നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.